പലയിടങ്ങളിൽ ഇപ്പോൾ കാപ്പാടായാലും കടലുണ്ടി ആയാലും മറ്റിടങ്ങളിലൊക്കെ മാസപ്പിറ കണ്ടാൽ അത് പാണക്കാട്ടേക്ക് അറിയിക്കുന്നു. പാണക്കാട് നിന്ന് പ്രഖ്യാപനം അങ്ങനെ നമ്മൾ കണ്ടുവരുന്നതാണ്. ഇപ്പോൾ പാണക്കാട് അവിടെ സാദിഖലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ടോ? എത്ര കണ്ട് സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്? തീർച്ചയായിട്ടും സൈഫുദ്ദീൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്, അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഇവിടെ ആളുകളുണ്ടായിരുന്നു, അവരെല്ലാം ഇപ്പോൾ ബാങ്ക് വിളിച്ചത് കാരണം പള്ളിയിലേക്ക് പോയതാണ്. അദ്ദേഹത്തിൻ്റെ ആളുകൾ, അതായത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ നിയോഗിച്ച ആളുകൾ പലയിടങ്ങളിലുമുണ്ട്. അവിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ മാസം കാണാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവർ കണ്ടാൽ അവിടുത്തെ പ്രാദേശികമായുള്ള ഖാദിമാരെ അറിയിക്കും, അവർ ഇങ്ങോട്ടേക്ക് പാണക്കാട്ടേക്ക് അറിയിക്കും, തുടർന്ന് പാണക്കാട് നിന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ സാദിഖലി തങ്ങൾ കണ്ടപ്പോൾ ഇന്ന് കാണാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം കഴിഞ്ഞ തവണകളെ വെച്ച് നോക്കുമ്പോൾ 30 കിട്ടിയതാണ്. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ റമദാൻ ഒന്നായതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നേരത്തെ നമ്മോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ആകാശം പൊതുവെ മേഘാവൃതമാണ് എന്നുള്ളതാണ്. പക്ഷേ 1 മണിക്കൂറിലധികം സമയമുണ്ട്. അതുകൊണ്ട് തന്നെ കാണാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. വിവിധ ഭാഗങ്ങളിൽ കോഴിക്കോടും അതുപോലെ പലയിടങ്ങളിലുമായിട്ട് സാദിഖലി തങ്ങൾ ഏൽപ്പിച്ച ആളുകൾ മാസപ്പിറവി കാണാനായിട്ട് സജ്ജീകരിക്കുന്നുണ്ട്. അവരിപ്പോൾ ഈ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അവിടെ എത്തും, ഈ സ്ഥലങ്ങളിലെത്തി നോക്കും. ആദ്യം ഇത് കണ്ടതിന് ശേഷം ഉറപ്പുവരുത്തണം, മറ്റൊരു ആളെ കൂടി കാണിച്ച് ഉറപ്പുവരുത്തണം. പിന്നീട് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഖാദിമാരെ ഇത് കാണിക്കണം. അവർ ആണ് പിന്നെ ഇങ്ങോട്ട് പാണക്കാട്ടേക്ക് വിളിച്ചു പറയുന്നത്. പിന്നീടാണ് പാണക്കാട്ട് നിന്ന് സാദിഖലി തങ്ങൾ അത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതിന് മുൻപ് ഈ പ്രമുഖ പണ്ഡിതന്മാരുമായിട്ടൊക്കെ പാണക്കാട് സാദിഖലി തങ്ങൾ ചർച്ച നടത്തും. തുടർന്നാണ് ഇതിൻ്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും പാണക്കാട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തങ്ങൾ ഇവിടെ വരും. ഇപ്പോൾ നമസ്കരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരും. അതിനുശേഷം ഈ ഏൽപ്പിച്ച ആളുകളുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. ഏതായാലും ഇന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഏതാണ്ട് ഒരു ഉറപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഒരു നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ന് തന്നെ മാസപ്പിറവി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഒരു പാണക്കാട് തങ്ങളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ, ശരി. പാണക്കാട്ടും ഈ മാസപ്പിറ ദൃശ്യമായി കഴിഞ്ഞാൽ അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്.